ഇന്ത്യൻ പത്രവ്യവസായ രംഗത്ത് രാംനാഥ് ഗോയങ്ക ഒരു കൊടുമുടിയായി നിൽക്കുമ്പോഴായിരുന്നു തലശ്ശേരിക്കാരനായ കപ്പന കണ്ണൻ മേനോന്റെ മകനായ നാരായണ മേനോൻ എന്ന എടത്തട്ട നാരായണൻ ദേശീയ തലസ്ഥാനത്തെ ഇളക്കിമറിക്കുന്നത്. ദേവദാസ് ഗാന്ധി ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ മാനേജിംഗ് എഡിറ്ററായിരുന്നപ്പോൾ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന എടത്തട്ടയുടെ വളർച്ച അമ്പരപ്പിക്കുന്ന വേഗത്തിലായിരുന്നു. ഒരു മലയാളിക്കോ ഒരു ഇടതുപക്ഷ പത്രപ്രവർത്തകനോ പിന്നീട് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത എവറസ്റ്റിലായിരുന്നു 6 പതിറ്റാണ്ട് മുമ്പേ എടത്തട്ട കയറിയിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ യങ് ഇന്ത്യ, പയനിയർ, ഫ്രീ പ്രസ്, ഇന്ത്യൻ ന്യൂസ് ക്രോണിക്കിൾ, ശങ്കേഴ്സ് വീക്കിലി തുടങ്ങിയ 28ഓളം പത്രങ്ങളുടെ പത്രാധിപരായിരുന്ന എടത്തട്ടയോളം ചരിത്രമുള്ള ഒരാൾ ഇന്നും ഇന്ത്യൻ പത്രലോകത്തില്ല. ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് ഉലയായ ആ പത്രപ്രവർത്തന യാത്ര തുടങ്ങിയത് ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന അരുണ സഫലിക്കൊപ്പമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇരുവരും അണ്ടർഗ്രൗണ്ട് പ്രസ് നടത്തി ജയിലിലായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ജയപ്രകാശ് നാരായണോടൊപ്പം ചേർന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ജനതയെ നയിച്ചു. അതിനുമടുത്ത് അരുണയ്ക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പാർട്ടി മുഖപത്രമായ ക്രോസ് റോഡിന്റെയും മുഖമായി മാറി എടത്തട്ട. അക്കാലത്ത് മലയാളത്തിൽ പാർട്ടി മുഖപത്രം ജനയുഗം തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകിയത് എടത്തട്ടയാണ്. 50കളുടെ പാർട്ടിയുടെ ആശയതർക്കത്തിൽ സഹികെട്ട് ഉറ്റ സുഹൃത്തുക്കളായ അജയ് ഘോഷിനോടും ഡാംഗയോടും PC ജോഷിയോടും ഗുഡ് ബൈ പറഞ്ഞ് പുറത്തുപോയ എടത്തട്ടയെ പിന്നീട് രാജ്യം കണ്ടത് അന്നുവരെ കാണാത്തൊരു പത്രമാതൃകയുടെ തലപ്പത്താണ്. 1958 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പത്രരംഗത്ത് പുതിയൊരു ഇടിമുഴക്കം സൃഷ്ടിച്ച് പൊളിറ്റിക്കൽ വീക്കിലി ലിങ്ക് പിറന്നു. ഫിറോസ് ഗാന്ധിക്കൊപ്പം മുന്ദ്ര കുംഭകോണം പുറത്തു കൊണ്ടുവന്ന് നെഹ്റു മന്ത്രിസഭയിലെ ധനമന്ത്രി TT കൃഷ്ണമാചാരിയുടെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചത് ലിങ്കാണ്. അമേരിക്കയിലെ ടൈം മാഗസിന്റെ ഇന്ത്യൻ പതിപ്പ് പോലെ ലിങ്ക് ആഘോഷിക്കപ്പെട്ടു. 1962 തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിനെയും VK കൃഷ്ണമേനോനെയും തോൽപ്പിക്കാൻ കോൺഗ്രസിലെ വലതുപക്ഷ ഗ്രൂപ്പും മാധ്യമങ്ങളും കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിച്ചത് എടത്തട്ടയുടെ ലിങ്കായിരുന്നു. വൈകാതെ ബഹദൂർ ഷാ സഫർ മാർഗിലെ ലിങ്ക് സൗധത്തിൽ നിന്ന് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ പാട്രിയറ്റ് ദിനപത്രവും പുറത്തിറങ്ങിയതോടെ എടത്തട്ട ദില്ലിയിലെ പത്രലോകത്തെ അവസാന വാക്കായി. സംഭവ ബഹുലമായൊരു നീണ്ട കഥയാണത്. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മറയില്ലാതെ ഭരണകൂടങ്ങൾക്ക് കുഴലൂതുന്ന കാലത്തെ ഒരു ധീരസ്മരണയാണ് എടത്തട്ട നാരായണൻ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.